ഇത് നമ്മൾ കുറഞ്ഞു കൊടുക്കുന്ന പീസാണ് 8900 ആ റേഞ്ചിൽ വരുന്നതാണ്. 15000 രൂപ മാർക്കറ്റിൽ വില വരുന്ന പീസാണ് ഗോദ്രേജിൻ്റെ 3 സ്റ്റാറും. ഇത് ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള ഫ്രിഡ്ജാണ് വേൾപൂളിൻ്റെ. ഒരു 22,000 23,000 രൂപ പുറത്ത് മാർക്കറ്റ് വരുന്നതാണ്. നമ്മൾ കൊടുക്കുന്നത് വെറും 15,500-നാണ്. ഇത് അത്യാവശ്യം നല്ല ലിറ്റർ കപ്പാസിറ്റി നിന്നാണ്. 345 ലിറ്ററാണ്. ഏകദേശം 40-ലധികം റേറ്റ് പുറത്ത് വരുന്നതാണ്. നമ്മൾ 28,000 രൂപക്കാണ് കൊടുക്കുന്നത്. TV സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമൽ TV ആണ്, 32 ഇഞ്ചാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6,400 റേറ്റ്. ഇത് 7 kg ആണ്. നമ്മൾ കൊടുക്കുന്നത് 8,800-നാണ്. ഇത് 9,500-നാണ് കൊടുക്കുന്നത്. 6.5 kg ആണ്. ആമസോൺ ബേസിക്സ് ആണ് ബ്രാൻഡ്. ഗ്യാസ് സ്റ്റവുകൾ വരുന്നുണ്ട്. 2 ബർണർ വരുന്നുണ്ട്, 3 ബർണർ വരുന്നുണ്ട്, ഗ്ലാസ് ടൈപ്പുകൾ വരുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ എന്നുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള താജ് ഹോം അപ്ലയൻസസിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതിനൊക്കെ വളരെ കുറഞ്ഞ വിലയിലാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഏതായാലും നമുക്ക് കാര്യങ്ങളും ഒന്ന് കണ്ടാലോ. ഇവിടെ ഓഫറായിട്ട് എന്താ കൊടുക്കുന്നത്? ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ, TV, അതുപോലത്തെ ഹോം അപ്ലയൻസസ് ഒക്കെ ഉണ്ട്. സിംഗിൾ ഡോറിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് വരുന്നത്? സിംഗിൾ ഡോറിൽ ഏറ്റവും കുറഞ്ഞ് വരുന്നത് ഈ പീസാണ് 8,900. ഇത് മാർക്കറ്റിൽ എത്ര പ്രൈസ്? മാർക്കറ്റിൽ 15,000 രൂപ വില വരുന്ന പീസാണ്. എങ്ങനെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ? ഇത് നമ്മൾ വാറണ്ടി 1 ഇയർ ഫുൾ വാറണ്ടി കൊടുക്കും, 5 വർഷം കംപ്രസർ വാറണ്ടി കൊടുക്കും. ഇത് ഗോദ്രേജിൻ്റെ 238 ലിറ്റർ വരുന്നതാണ്. ഡബിൾ ഡോറിൻ്റെ സൈസാണ്. 230. ഫ്രീസറൊക്കെ നമ്മൾ ഡബിൾ ഡോറിൻ്റെ അതേ സൈസ് ഉണ്ടാവും. ഗോദ്രേജിൻ്റെ ബ്രാൻഡാണ്, 3 സ്റ്റാർ ആണ്. അപ്പോൾ ഇതിന് വരുന്നത് 23 സംതിങ് ഒക്കെ പുറത്ത് വരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നത് 16,000 രൂപക്കാണ്. പിന്നെ അതുപോലെ ഒന്നും കൂടി ഇതൊക്കെ വലിയ സൈസാണ്. സിംഗിൾ ഡോറിൽ വലിയ സൈസ് 205 ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നതാണ്. നമ്മൾ 14,500-നാണ് കൊടുക്കുന്നത്. ഒരു 20-ലധികം റേറ്റ് പുറത്ത് വരുന്നതാണ് ഇതൊക്കെ. അതുപോലെ ഗോദ്രേജിൻ്റെ തന്നെയാണിത്. 3 സ്റ്റാർ ആണ്. അടിയിൽ സ്റ്റാൻഡ് വരുന്ന മോഡലാണ്. ഇത് 13,500 ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. വൃത്തിയുള്ള പീസാണ്. ഇതിൽ വേറെ സ്ക്രാച്ചുകളൊന്നും കൂടുതലില്ല. പിന്നെ അതുപോലെ 5 സ്റ്റാറിൽ നമ്മൾ സ്റ്റാർ റേറ്റിംഗ് കൂടിയ ഫ്രിഡ്ജുകളാണ്. സ്റ്റാൻഡ് വരുന്നതാണ്. അത്യാവശ്യം നല്ല ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. കറണ്ട് ബില്ല് വളരെ കുറവാണ്. 131 യൂണിറ്റാണ് ഒരു വർഷത്തിനെടുക്കുക. 5 സ്റ്റാർ ആണ്. ഇത് നമ്മളൊരു 15,000 രൂപ ആ റേഞ്ചിൽ കൊടുക്കും. അതുപോലെ തന്നെ 5 സ്റ്റാറിൽ വരുന്നതാണ് ഈ പീസും. ഇതൊക്കെ ഒരു 21 രൂപ ആ റേഞ്ചിലൊക്കെ പുറത്ത് വരുന്നതാണ്. നമ്മൾ കൊടുക്കുന്നത് 14,500-നാണ്. 5 സ്റ്റാർ ആണ്. വർഷത്തിന് 131 യൂണിറ്റ് കറണ്ട് ബില്ല് വരുള്ളൂ. ഇപ്പോൾ പുതിയ നല്ല വൃത്തിയുള്ള പീസാണ്. അപ്പോൾ ഇനി ഹയറിലൊരു സിൽവർ ടൈപ്പ്. സോ നല്ല ഉള്ളൊക്കെ നല്ല ഇതുള്ള കണ്ടീഷനുള്ള പീസുകളാണ്. 2025 മോഡലാണ്. 12,500-നാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു 17-18 രൂപ പുറത്ത് മാർക്കറ്റിൽ റേറ്റ് വരുന്നതാണ്. ഇതിന് നമ്മൾ കുറഞ്ഞു കൊടുക്കുന്ന പീസാണ്. 8,900 ആ റേഞ്ചിൽ വരുന്നതാണ്. 15,000 രൂപ മാർക്കറ്റിൽ വില വരുന്ന പീസാണ് ഗോദ്രേജിൻ്റെ 3 സ്റ്റാറും. അതുപോലെ തന്നെ ഇതിന് വരുന്നതിന് 2 സ്റ്റാർ ആണ്. 183 ലിറ്ററാണ്. ഇതൊക്കെ അടിയിൽ സ്റ്റാൻഡ് വരുന്ന മോഡലാണ്. ഇത് ഫുള്ള് ക്ലിയർ ആണ്. പിന്നെ സ്ക്രാച്ചൊന്നും തീരെ ഇല്ലാത്ത പീസുകളാണ്. നോക്കിയാൽ തന്നെ ഇതിലൊന്നും കാര്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ഫ്രഷ് ഇത് കറക്റ്റ് കൊണ്ടുവയ്ക്കുന്ന മാതിരി വെക്കാം. ഒരു വർഷത്തിന് 182 യൂണിറ്റാണ് എടുക്കുന്നത്. 11,500 ആ റേഞ്ചിലൊക്കെ വരുള്ളൂ. ഇത് നമ്മൾ വാറണ്ടി 1 ഇയർ ഫുൾ വാറണ്ടി കൊടുക്കും, 5 വർഷം കംപ്രസർ വാറണ്ടി കൊടുക്കും. പിന്നെ അതുപോലെ സിംഗിൾ ഡോറിൽ തന്നെ 183 ലിറ്ററാണ്. ഒരു സിൽവർ ടൈപ്പാണ്. ഇത് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് 10,500-നാണ്. 16,000 രൂപ റേറ്റ് വരുന്നതാണ്. പിന്നെ അതുപോലെ വോൾട്ടാസിൻ്റെ ഒരു 4 സ്റ്റാർ. ഇത് 4 സ്റ്റാർ ആണ്. നല്ല സ്പേസിലാണ്. 200 ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ്. ഫ്ലവേഴ്സ് ടൈപ്പാണ്. 12,000 രൂപ ആ റേഞ്ചിൽ കൊടുക്കും. ഒരു 18-19 രൂപ പുറത്ത് റേറ്റ് മാർക്കറ്റ് വില വരുന്നതാണ്. പിന്നെ ഇത് വേൾപൂളിൻ്റെ ഒരു 3 സ്റ്റാർ ആണ്. ഇത് 192 ലിറ്റർ കപ്പാസിറ്റിയാണ്. അടി ലിറ്ററേക്കാളുള്ള മോഡലാണ്. ഇതൊരു 12,500. ഇതൊരു 18-19 രൂപ ആ റേഞ്ചിൽ വരും മാർക്കറ്റിൽ ഷോപ്പുകൾക്കൊക്കെ ഇതിൻ്റെ റേറ്റ്. ഇത് ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള ഫ്രിഡ്ജാണ് വേൾപൂളിൻ്റെ. ഒരു 22,000 23,000 രൂപ പുറത്ത് മാർക്കറ്റ് വരുന്നതാണ്. നമ്മൾ കൊടുക്കുന്നത് വെറും 15,500-നാണ്. ഇപ്പോൾ ഫുൾ നീറ്റാണ്. അതുപോലെ തന്നെ വേൾപൂളിൻ്റെ 3 സ്റ്റാർ ആണ്. കൺവേർട്ടബിൾ ആണ്. 28,000 29,000 പുറത്ത് റേറ്റ് വരുന്നതാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും 17,500-നാണ്. കൺവേർട്ടബിൾ ആണ്. 3 സ്റ്റാർ ആണ്. അതുപോലെ തന്നെ ഗോദ്രേജിൻ്റെ വലിയൊരു ബിഗ് സൈസാണ്. പുറത്ത് കൺവേർട്ട് സെറ്റിങ്സ് ഒക്കെ പുറത്താണുള്ളത്. ഇത് 330 ലിറ്ററാണ്. പക്ഷേ നല്ല സ്പേസാണ്. നല്ല സൗകര്യമുള്ളതാണ്. ഇത് മാർക്കറ്റിൽ വരുന്നത് 38,000 39,000 രൂപ ഒക്കെ മാർക്കറ്റിൽ വരുന്നതാണ്. നമ്മൾ 25,000 രൂപക്കാണ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ചെറിയ സ്ക്രാച്ചുകൾ അങ്ങനത്തെ ഉള്ളത് നോക്കി കമ്പനിയിൽ നിന്ന് എടുക്കുന്നതാണ്.
വാറണ്ടി ഒക്കെ വാറണ്ടി നമ്മൾ 1 ഇയർ ഫുൾ വാറണ്ടി ഉണ്ടാവും, 5 വർഷം കംപ്രസർ വാറണ്ടി ഉണ്ടാവും. അതുപോലെ സാംസങ്ങിൻ്റെ ഒരു 3 സ്റ്റാർ ആണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ലിറ്റർ കപ്പാസിറ്റി നിന്നാണ്, 345 ലിറ്ററാണ്. ഏകദേശം 40-ലധികം റേറ്റ് പുറത്ത് വരുന്നതാണ്. ഇവിടെ സെറ്റിങ്സ് ഒക്കെ നമുക്ക് പുറത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം, കൺവെർട്ടബിൾ ഭാഗം പുറത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ 28,000 രൂപക്കാണ് കൊടുക്കുന്നത്. ഇത് 10 ഇയർ വാറണ്ടി വരുന്നതാണ് പീസാണിത്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒന്നും കൂടി ബിഗ് സൈസാണിത്, ഒരു 363 ലിറ്ററാണ്. അത്യാവശ്യം നല്ല സ്പേസാണ്, ഫ്രീസറൊക്കെ നല്ല വലിപ്പമുണ്ട്. അതുപോലെ കൺവേർഷനാണ് പുറത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് 48,000 രൂപ പുറത്ത് മാർക്കറ്റ് വരുന്നതാണ്. നമ്മൾ 34,000 രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത്. കമ്പനി വാറണ്ടി 20 ഇയർ കംപ്രസർ വാറണ്ടി ഉണ്ടാവും. അതുപോലെ തന്നെ വേൾപൂളിൻ്റെ ഒരു 308 ലിറ്ററാണ്. ഒക്കെ ബിഗ് സൈസ് ആവശ്യക്കാർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയതാണ്. കൺവേർട്ടബിൾ ആണ്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 308 ലിറ്ററാണ്. നമ്മൾ 25,000 രൂപക്കാണ് കൊടുക്കുന്നത്. പുറത്ത് വരുന്നത് മാർക്കറ്റ് MRP 49 സംതിങ് വരുന്നുണ്ട്. എന്നിരുന്നാലും പുറത്തൊരു 40 രൂപ റേഞ്ചിലൊക്കെ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഹയറിൻ്റെ നമ്മൾ അടിയിൽ ഫ്രീസറുള്ളൊരു മോഡലാണിത്. നമ്മൾ അടിയിൽ പെട്ടെന്ന് കുനിയാൻ പറ്റാത്തവർക്ക് എപ്പോഴും ഉപയോഗിക്കാൻ ഉണ്ടാത്ത ആൾക്കാർക്കൊക്കെ പറ്റുന്നതാണിത്. ഇത് 325 ലിറ്ററാണ്, കൺവേർട്ടബിൾ ആണ്. നല്ല ഫുൾ ക്ലിയർ പീസാണ്, പുതിയ പീസാണ്. 2025 മോഡലാണ്, 3 സ്റ്റാർ ആണ്. കൺവേർഷൻ ഉണ്ട്, നല്ല പീസാണ്. അതുപോലെ തന്നെ ഇനി എൽ ജിയുടെ 10 വർഷം കംപ്രസർ വാറണ്ടി ഉള്ള പീസാണിത്. ഇതും ലിറ്റർ കപ്പാസിറ്റി 300 ലിറ്റർ കപ്പാസിറ്റി, 291 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. 2025 പുതിയ മോഡലാണ്. ഇത് പുറത്തൊരു 35 രൂപ ഒക്കെ പുറത്ത് മാർക്കറ്റ് വരുന്നതാണ്. നമ്മൾ കൊടുക്കുന്നത് 26,500-നാണ്. അതുപോലെ തന്നെ എൽ ജിയുടെ പുതിയൊരു മോഡലാണ്. ഇതിൽ നമുക്ക് എങ്ങനെ വെച്ചാൽ വൈഫൈയിൽ സെറ്റ് ചെയ്യാൻ ഒക്കെ പറ്റുന്നൊരു മോഡലാണ്. കൺവേർട്ടബിൾ ആണ്. 322 ലിറ്ററാണ്, നീറ്റാണ്. ഇത് ഒരു 39,500 പുറത്ത് വരുന്നതാണ്. നമ്മൾ കൊടുക്കുന്നത് 31,500-നാണ്. വിത്ത് 10 ഇയർ വാറണ്ടി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഹയറിൻ്റെ ഒരു മാറ്റ് ഫിനിഷിൽ നല്ലൊരു അടിപൊളി, ഇത് സ്ക്രാച്ചൊന്നും വീഴില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ വിലക്കാണ്. 29,000 രൂപ 28,000 രൂപ പുറത്ത് മാർക്കറ്റ് വരുന്നതാണ്. കൺവേർട്ടബിൾ ആണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും 19,900-നാണ്. നമ്മൾ ഗോദ്റേജിൻ്റെ സെമി ഓട്ടോമാറ്റിക് 7 kg ആണ്. 13,000 രൂപ ഒക്കെ പുറത്ത് മാർക്കറ്റിൽ റേറ്റ് വരുന്നതാണ്. ഇത് 7 kg ആണ്. നമ്മൾ കൊടുക്കുന്നത് 8,800-നാണ്. ഇതും അതുപോലെ തന്നെ ഗോദ്റേജിൻ്റെ ഒരു സെമി ഓട്ടോമാറ്റിക് ആണ്, 7 kg ആണ്. നമ്മൾ 13,000 രൂപ പുറത്ത് വരുന്നത് 8,800-നാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് പീസുകൾ നമ്മുടെ സ്റ്റോക്ക് ഗോഡൗണിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി മോഡലാണ്, 7.5 kg ആണ്, കെൽവിനേറ്ററാണ്. 14,000-15,000 രൂപയാണ് പുറത്ത് മാർക്കറ്റിൽ വരുന്നത്. ഇത് നമുക്ക് ടച്ച് സ്ക്രീനാണ്. സെമി ഓട്ടോമാറ്റിക്കിൻ്റെ പോലെ നോബ് അല്ല ഇതിലുള്ളത്. ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻസ് കൂടി ഇതിലുണ്ട്. ഈ ഫുള്ളി ഓട്ടോമാറ്റിക്കിൻ്റെ ചെറിയൊരു ഹാഫ് ഓട്ടോമാറ്റിക്കാണിത്. ഇതൊക്കെ 14,000-15,000 രൂപ പുറത്ത് മാർക്കറ്റിൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് 10,500-നാണ്. പിന്നെ അതുപോലെ വോൾട്ടാസിൻ്റെ 7.5 kg ആണ്. ഇതൊരു 14 രൂപ ആ റേഞ്ചിൽ പുറത്ത് വരുന്നതാണ്. നമ്മൾ കൊടുക്കുന്നത് 9,500-നാണ്, 7.5 kg. അതെ. അല്ല, ഇതിൽ ചെറിയ ഇതിലൊന്നും ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിലൊന്നും സ്ക്രാച്ചുകളൊന്നും ഇല്ല. ഫുള്ള് കമ്പനി വാറണ്ടി ഒക്കെ ക്ലിയർ ആണ്. സെമി ഓട്ടോമാറ്റിക് ഒന്നും അങ്ങനെ സ്ക്രാച്ചുകളുള്ള പീസുകളല്ല. നമ്മളുള്ളത് പരമാവധി കുറഞ്ഞ് കൊടുക്കുകയാണ്. വാറണ്ടി 1 ഇയർ ഫുൾ വാറണ്ടി, 5 വർഷം മോട്ടോർ വാറണ്ടി ഉണ്ട്. കമ്പനി തരുന്ന കൃത്യമായ വാറണ്ടി കിട്ടും. പിന്നെ ഞാൻ അതുപോലെ വേറെ പീസാണ് കാസ്റ്ററിൻ്റെ 7.5 kg ആണ്, 7.5 kg, 9,500-നാണ് കൊടുക്കുന്നത്. ഈ മഴക്കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ വാഷിംഗ് മെഷീൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പരമാവധി മാക്സിമം റേറ്റ് കുറച്ചിട്ടുണ്ട്. 5 ഇയർ മോട്ടോർ വാറണ്ടി ഉണ്ടാവും, 1 ഇയർ ഫുൾ വാറണ്ടി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സ്പാനിയുണ്ട്, വലിയ സൈസ് നോക്കുന്നു, 9 kg. നമുക്ക് ബ്ലാങ്കറ്റൊക്കെ വലിയത് അലക്കാൻ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 9 kg. ഇത് നമ്മൾ കൊടുക്കുന്നത് 12,000 രൂപക്കാണ്. 5 ഇയർ വാറണ്ടി ഉണ്ടാവും, 12,000 രൂപക്കാണ് കൊടുക്കുന്നത്. ഇത് 9,500-നാണ് കൊടുക്കുന്നത്. 6.5 kg ആണ്. ആമസോൺ ബേസിക്സ് ആണ് ബ്രാൻഡ്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ സെമി ഓട്ടോമാറ്റിക്കിൻ്റെ റേറ്റിനാണ് ഈ വരുന്നത്, ഫുള്ളി ഓട്ടോമാറ്റിക് വരുന്നത്. ഇനി വരുന്നത് ഗോദ്റേജ് ആണ്. ഗോദ്റേജിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗിൽ വരുന്നതാണ്. 7 kg ആണ്. ഒരു 17 രൂപയൊക്കെ പുറത്ത് വരുന്നതാണ്. നമ്മളൊരു 13,500 ആ റേഞ്ചിലൊക്കെ കൊടുക്കും. ഇതൊക്കെ വാറണ്ടി ഫുൾ കമ്പനി വാറണ്ടി, 1 ഇയർ ഫുൾ വാറണ്ടി ഉണ്ടാവും. ബാക്കി 10 ഇയർ മോട്ടോർ വാറണ്ടി ഉണ്ടാവും.
അല്ല ഇതൊക്കെ ബോക്സ് ഔട്ട് ആയത് ചെറിയ ചെറിയ പീസ്, ഇതൊന്നും കാര്യമായിട്ടുള്ള സ്ക്രാച്ചുള്ള പീസുകളല്ല. കാരണം നമ്മൾ ഫ്രഷ് കൊണ്ടുവന്ന് അത് മാതിരി തന്നെ കൊണ്ടുപോകാം. അത് വാറണ്ടി അതുപോലെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് ഉള്ളത് 7 kg ആണ്. നമ്മൾ ബോർഡ് മുകളിലായിട്ടുള്ളൊരു മോഡലാണ്. ഇതെന്ന് വെച്ചാൽ ഈ അടിയിലെ ബോർഡുകളൊക്കെ അടിയിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ വെള്ളം നനയാൻ ബുദ്ധിമുട്ടൊക്കെ വരും. ഇതാകുമ്പോൾ നമ്മൾ ഒഴിഞ്ഞൊരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഇതിന് ഈ മോഡലിന് എന്താ 26,000 രൂപ ആ റേഞ്ചിലൊക്കെ മാർക്കറ്റിൽ വരുന്നതാണ്. ഹൈഡ്രോളിക് ഡോറാണ്. നമ്മൾ 16,000 രൂപ ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. അതൊക്കെ ഫുള്ള് ബ്രാൻഡ് വാറണ്ടിയാണ്. അതുപോലെ തന്നെ ഗോദ്രേജിൻ്റെ വേറൊരു പീസാണ്. ഇതിൻ്റെ സെയിം പീസാണ്, സെയിം റേറ്റ് ആണ്, സെയിം സൈസാണ്, അതിൻ്റെ അതേ ഉപയോഗമാണ്. ഈ LGൻ്റെ ഒരു പീസാണ്. പുറത്ത് 25,000 26,000 രൂപ മാർക്കറ്റ് വരുന്നതാണ്. നമ്മളിവിടെ 16,500 കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ബ്ലാങ്കറ്റൊക്കെ പോകുന്ന നല്ല സ്പേസ് ഉണ്ട്. പുതിയ പീസാണ്. പിന്നെ അതുപോലെ തന്നെ ഗോദ്രേജിൻ്റെ ഒരു 12,500 ആ റേഞ്ചിലൊക്കെ വരുന്ന പീസാണ്. അത്യാവശ്യം നല്ല പീസാണ്, നല്ല വൃത്തിയുള്ള പീസാണ്. 12,500 നമ്മൾ കൊടുക്കുന്നത്. 19,000 രൂപ ആ റേഞ്ചിൽ പുറത്ത് റേറ്റ് വരുന്നതാണ്. ഇതിന് കെൽവിനേറ്ററിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, എന്നാൽ സെമി ഓട്ടോമാറ്റിക് ആണ്. പക്ഷേ ഹാഫ് നമ്മളെ ബോർഡാണ് ഇതിന്. കാരണം എല്ലാറ്റിനും എന്താ സെമി ഓട്ടോമാറ്റിക് വരുന്ന നോബുകളാണ്. ആ ഒരു മാറ്റം നമുക്കിതിൽ വാട്ടർ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും 10,500 15,000 രൂപ ആ റേഞ്ചിൽ പുറത്ത് റേറ്റ് വരുന്നതാണ്. TV സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമൽ TV ആണ്, 32 ഇഞ്ചാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6,400 റേറ്റ്. 32 ഇഞ്ച് TV ആണ്. അതുപോലെ തന്നെ സ്മാർട്ട് TV ഉണ്ട്, 9,500 32 ഇഞ്ച് സ്മാർട്ട് TV 1 ഇയർ വാറണ്ടി വരുന്ന പീസുകളാണ്. അതുപോലെ തന്നെ ഇത് 22,000 രൂപ MRP വരുന്നതാണ്. സ്മാർട്ട് TV ആണ്, 32 ഇഞ്ച്. ഇത് 12,500. ഇതെന്താ വെച്ചാൽ 3 വർഷം 3 ഇയർ വാറണ്ടി വരുന്ന പീസാണ്. അതുപോലെ തന്നെ ഹൈലി ബ്രാൻഡിൽ വരുന്നത് ഫിലിപ്സിൻ്റെ. ഇത് നമ്മൾ 9,500 കൊടുക്കുന്നത്. ഫിലിപ്സിൻ്റെ ബ്രാൻഡാണ്, സ്മാർട്ട് TV ആണ്, 32 ഇഞ്ച് വരുന്നത്, 1 ഇയർ വാറണ്ടി വരുന്നത്. അതുപോലെ തന്നെ ബിഗ് സൈസിൽ വരുന്നതാണ് 50 ഇഞ്ച് ഫിലിപ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു 58,000 രൂപ മാർക്കറ്റിൽ വില വരുന്നതാണ്. 4K സ്മാർട്ട് TV ആണ് ഇതിന് വരുന്നത്. നമ്മൾ ഇവിടുന്ന് 28,000 രൂപക്കാണ് സെയിൽ ചെയ്യുന്നത്. ഇനി 43 ഇഞ്ചിലുണ്ട്, ഒരു 12,500 വരുന്നതാണ്. 28,000 രൂപ ഒക്കെ മാർക്കറ്റിൽ വരുന്നതാണ്. നമ്മൾ 12,500 കൊടുക്കുന്നത്. പിന്നെ 17,500 വരുന്ന കാസ്റ്ററിൻ്റെ ബ്രാൻഡ്. ഇതൊക്കെ 3 വർഷം വാറണ്ടി ഉള്ള പീസുകളാണ്. 3 വർഷം വാറണ്ടി വരും ഇതിന്. ഇതിന് ഇത് 3 ഇയർ വാറണ്ടി വരുന്നതാണ്. 17,500 ആ റേഞ്ചിൽ വരുന്നതാണ്. ഇത് MRP ഒരു 28,000 രൂപ ആ റേഞ്ചിൽ വരുന്ന പീസാണ്. ഇപ്പോൾ ഒരുപാട് സ്റ്റോക്ക് നമ്മളത്തെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഗോഡൗണിൽ ബാക്കി പീസുകളൊക്കെ ഉണ്ട്. ഒക്കെ അത് ഈ 32 ഇഞ്ച് ഇതൊക്കെ വരുന്നത് എന്താ 3 വർഷം വാറണ്ടിയിൽ വരുന്ന പീസുകളാണ്. 3 വർഷം. ഈ ബ്രാൻഡ് ഫുള്ള് 3 വർഷമാണ്. പിന്നെ കാസ്റ്ററിൻ്റെ ഇതും 3 വർഷം വാറണ്ടി വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളൊക്കെ 1 ഇയർ വാറണ്ടി വരുന്നതാണ്. ഫിലിപ്സിൽ ഇത് 1 ഇയർ വാറണ്ടിയാണ്. ഇത് 28,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ്. പിന്നെ അതുപോലെ അതിൻ്റെ തന്നെ 32 ഇഞ്ച് സ്മാർട്ട് TV ആണ്. ഇത് 9,500 ഇത് രണ്ടും 1 ഇയർ ആണ്. ഗ്യാസ് സ്റ്റവുകൾ വരുന്നുണ്ട്. 2 ബർണർ വരുന്നുണ്ട്, 3 ബർണർ വരുന്നുണ്ട്, ഗ്ലാസ് ടൈപ്പുകൾ വരുന്നുണ്ട്. ഇതൊക്കെ 2,000 2,200 1,900 ആ റേഞ്ചിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ 2,300 ആ റേഞ്ചിൽ വരുന്നതാണ്. ഇത് 2,900. പിന്നെ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറുണ്ട്. ഇതൊക്കെ 1,900 2,200 അങ്ങനെയൊക്കെ വ്യത്യസ്ത റേറ്റിൽ വരുന്നതാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ വലിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും സൗകര്യപ്പെടും. കാരണം ഇതിനായിട്ട് മാത്രം വരുന്നതല്ല. ഇതൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുമ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം റേറ്റ് കുറച്ചിട്ട് കൊടുക്കാൻ കഴിയും. ഇനി കൂളറുകളുണ്ട്. ഇതൊരു ടവർ ഫാനാണ്. 1,900 ആ റേഞ്ചിൽ വരുന്നത്. ചൂടുകാലത്തൊക്കെ 1,900 ആ റേഞ്ചിൽ വരുന്നതാണ്. പിന്നെ ബ്ലൂ സ്റ്റാറിൻ്റെ 17 ലിറ്ററാണ്, 5,900 ആ റേഞ്ചിൽ വരും. പിന്നെ അതുപോലെ തന്നെ കാസ്റ്ററിൻ്റെ പീസുണ്ട്. ഇതൊക്കെ ആ റേഞ്ചിൽ വരുന്ന കൂളറുകൾ. ഇതൊക്കെ ഈ ബ്ലൂ സ്റ്റാറിനൊക്കെ എന്ന് പറഞ്ഞാൽ 12,000 രൂപ വരെ പുറത്ത് വില വരുന്നതാണ്. ഇത് നമ്മൾ 5,900 കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാസ്റ്ററിൻ്റെ ഒന്നുകൂടി ബിഗ് സൈസ് വേണ്ടവർക്ക് 40 ലിറ്റർ ആ കപ്പാസിറ്റിയിലേക്ക് വരുന്നതാണ്. പിന്നെ ഇനി ഏറ്റവും വലിയ സൈസ് ഇത് ബ്ലൂ സ്റ്റാറിനൊക്കെ ഇതൊക്കെ 28,000 30,000 രൂപ ഒക്കെ പുറത്ത് വരുന്ന നല്ല നമ്മൾ ഈവൻറ്റ്സ് ഒക്കെ നടത്തുന്ന ടീമുകൾക്കുള്ളതാണ്. ഇതും ബ്ലൂ സ്റ്റാറിൻ്റെ ബ്രാൻഡാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് 10,000. പിന്നെ ഇത് കൊടുക്കുന്നത് 12,000. ഇത് 60 ലിറ്ററാണ്. ഇത് 55 ലിറ്ററാണ്. ഇതിനൊക്കെ പറഞ്ഞാൽ പുറത്ത് നല്ല റേറ്റ് വരുന്നതാണ്. ഇതിനൊക്കെ MRP തന്നെ വരുന്നത് 38,000 രൂപ ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാറിൽ ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു 8,900 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി എന്താ വെച്ചാൽ കുക്കറുകൾ വളരെ വ്യത്യസ്ത ലിറ്ററിൽ വ്യത്യസ്ത മോഡലിൽ കുക്കറുകളൊക്കെ നമുക്ക് കുറഞ്ഞ വിലയല്ലേ. ഈ വലിയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ബിരിയാണി പോട്ടുകളുണ്ട്.
അങ്ങനത്തെ കുറച്ച് ചെറിയ ഹോം അപ്ലയൻസസ് നമ്മളത് സ്റ്റോക്ക് ഉണ്ട്. ഇനി ഫാനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1,500 നോർമൽ ഫാനുകളൊക്കെ 1,500 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു BLDC ഫാനുകളുണ്ട് 2,500 രൂപക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 സ്റ്റാർ റേറ്റിംഗുള്ള BLDC വരുന്നത് 5,600 ആ റേഞ്ചിലേക്ക് വരുന്നത് നമ്മളിവിടെ 2,500 കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിങ്ങുള്ള മോഡൽ വരുന്നുണ്ട്. ഇത് വരുന്ന മോഡൽ BLDC തന്നെ ഇത് വരുന്നത് 3,200 നമ്മൾ കൊടുക്കും. 6,300 ഇതിൻ്റെ MRP. നമ്മൾ 3,200 സെയിൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് സ്റ്റെബിലൈസറുകൾ നമ്മൾ AC സ്റ്റെബിലൈസറുകളാണ്. ഇതൊക്കെ നമ്മൾ പകുതി വിലക്കാണ് കൊടുക്കുന്നത്. വി ഗാർഡിൻ്റെ നല്ല ബ്രാൻഡാണ്. അതുപോലെ തന്നെ ടേബിൾ ഫാനുകളുണ്ട്. ഇതൊക്കെ 2,200 ഇതൊക്കെ 6,000 ആ റേഞ്ചിലൊക്കെ MRP വരുന്നതാണ്. എങ്കിൽ പോലും പുറത്ത് റേറ്റ് എന്ന് പറയുന്നത് 3,000-4,000 രൂപക്ക് കൊടുക്കുന്നതാണ്. നമ്മളിത് ബ്രാൻഡ് വാറൻറ്റിയോടെ 2,200 2,300 ആ റേഞ്ചിലൊക്കെ പല റേറ്റ് ഡിഫറൻസിലുള്ളൂ. അതുപോലെ തന്നെ പെഡസ്റ്റൽ ഫാനുകളുണ്ട് 2,700 സാധാ ടേബിൾ ഫാനുകൾ, വാൾ ഫാനുകൾ ഒക്കെ 1 ഇയർ 2 ഇയർ ഒക്കെ വാറൻറ്റി വരുന്നത് 2,200 2,300 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഡെലിവറി നമ്മൾ പരിസരത്ത് നമ്മൾ വിദൂരത്തുനിന്ന് വരുന്ന കോളുകൾക്ക് നമ്മൾ പാഴ്സൽ അയച്ചു കൊടുക്കാറുണ്ട്. അവർക്ക് പാഴ്സൽ അതിൻ്റെ ചെറിയൊരു പാഴ്സൽ ചാർജ് വരികയുള്ളൂ. പിന്നെ അതുപോലെ ഡെലിവറി നമ്മൾ പരിസര പ്രദേശം നമ്മൾ തൊട്ട് പ്രദേശങ്ങളിലൊക്കെ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. കുറച്ച് അങ്ങോട്ടൊക്കെ ആകുമ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ റേറ്റ് എത്ര ഡിഫറൻസും പിന്നെ വണ്ടി വാടക കൂടെ നമ്മൾ ഫുള്ള് കൊടുക്കുന്നില്ല. എന്നാലും പാഴ്സൽ സർവീസൊക്കെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കൊടുക്കുകയാണ്. ലൊക്കേഷൻ പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ പാലക്കാട് റോഡിൽ EMS ഹോസ്പിറ്റലിൻ്റെ നിയറാണ്, തൊട്ടടുത്താണ്. EMS ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. താജ് ഹോം അപ്ലയൻസസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഷോപ്പിലെ സ്റ്റോക്കും കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നത് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.